Assalamu alaikum warahmatullahi wabarakatuh. നമസ്കാരം ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു ഇഫ്താർ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട ബജിയാണ്. നമ്മൾ സാധാരണ മുട്ട ബജി ഉണ്ടാക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മസാല മുട്ട ബജിയാണിത്. സാധാരണ മുട്ട ബജി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, അതിന്റെ ബാറ്ററിലുള്ള വ്യത്യാസമാണിത്. എന്നാൽ നല്ല ടേസ്റ്റ് ആണ് ഈ മുട്ട ബജിക്ക്. ഇഫ്താറിനെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി സെർവ് ചെയ്യുകയും ചെയ്യാവുന്നതാണിത്. ഇതിനു മുൻപ് മുട്ട നിറച്ചതും മുട്ട ബജിയുടെ എല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുട്ട നിറച്ചതും നോമ്പ് തുറക്കുന്ന സമയത്ത് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഡിഷാണ്. ഞാനിവിടെ കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മുട്ട ബജിയും മസാല മുട്ട ബജിയും തയ്യാറാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെ വളരെ ഈസിയായി ഈ മസാല മുട്ട ബജി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ബാറ്ററാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ബാറ്റർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, കുറച്ച് കറിവേപ്പില, മല്ലിയില ഇവ ചോപ്പ് ചെയ്തത് ഇവ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാനൊരു ബൗളിലോട്ട് എടുക്കുകയാണ്. ഈ മല്ലിയിലയും പുതിനയിലയും വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിനെ. ഇനി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. 1 പിഞ്ച് കായം ചേർക്കാം നമുക്കിതിലോട്ട്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. കടലമാവിൽ മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മൈദയാകുമ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടില്ല. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്ററാക്കി മാറ്റണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിനെ. കടലമാവ് ചേർത്തുണ്ടാക്കുന്ന ബാറ്റർ കുറച്ച് അധികം സമയം തന്നെ പൊങ്ങാൻ വേണ്ടി വെക്കണം. എന്നാലേ നമ്മുടെ മുട്ട ബജി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. മൈദയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഞാൻ ഇതിലോട്ട് ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം നമുക്ക് ഇതിലോട്ട്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒരു നിർബന്ധമില്ല. ഇനി ബേക്കിംഗ് സോഡയ്ക്ക് പകരമായിട്ട് ഒരു മുട്ട ചേർത്താലും മതി. ഞാൻ ഇതിനെ 3-4 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട്. 4 മണിക്കൂറിന് ശേഷം നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഞാൻ എണ്ണ ചൂടാക്കി എടുക്കാണ്. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ മസാല മുട്ട ബജിക്കും കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മുട്ട ബജിക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുട്ടയെ ഹാർഡ് ബോയിൽ ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മുട്ട ബജിയാണ് ഞാൻ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഹാർഡ് ബോയിൽ ചെയ്തെടുത്തുള്ള മുട്ടയെ കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബദാം എല്ലാം ചേർത്തുണ്ടാക്കിയ മാവിൽ മുക്കിയതിനു ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു മുട്ട ബജി തന്നെയാണിത്. കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മുട്ട ബജിയുടെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഈ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസം 3 മുട്ട കഴിക്കാം. അതിനനുസരിച്ച് വേണം തയ്യാറാക്കി എടുക്കാൻ. നമ്മുടെ മസാല മുട്ട ബജിക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയെയും ഞാൻ ഹാർഡ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ നെടുകെ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ ബാറ്ററാണിത്. ഈ ബാറ്ററിൽ മുക്കിയതിനു ശേഷം നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലോട്ട് മാറ്റാം. കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മുട്ട ബജി ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ടാണ് എണ്ണയുടെ കളർ മാറിയിട്ടുള്ളത്. ഇങ്ങനെ ഓരോ ബജിയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ നിറായി വരട്ടെ, അതുവരെ ഫ്രൈ ചെയ്യാം. മുട്ട ബജി ആയതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ശ്രദ്ധിച്ച് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ മുട്ട ബജിയുടെ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് വേണ്ടി ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മുട്ട ബജിക്ക് കറിവേപ്പിലയുടെ കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മുടെ മുട്ട ബജി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയാണ്. ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ചും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള മസാല മുട്ട ബജി തയ്യാറായിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് സെർവ് ചെയ്യാവുന്ന നല്ലൊരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.